ഹലോ, ഞാൻ സുനി സഞ്ജയ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ ഇന്ന് മാർച്ച് 8 വനിതകളുടെ ദിനമല്ലേ. അപ്പോൾ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. ഈ വചനാട്ടോ എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ സുബോധമുള്ളവരാകും, ധൈര്യമുള്ളവരാകും. സ്നേഹത്തിൻ്റെ ആത്മാവ് അത് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് മൊത്തം നമ്മൾ സ്വതന്ത്രരാണ്. ക്രിസ്തു യേശുവിൽ എല്ലാവരും സ്വതന്ത്രരാട്ടോ. പിന്നെ നമ്മൾ ആരുടെയും അങ്ങനെ അടിമയായിട്ടൊന്നും ലോകത്ത് ജീവിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അമ്മ, നമ്മുടെ മക്കളെ കുഞ്ഞിലെ മുതൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്. സ്ത്രീക്ക് എപ്പോഴും ബഹുമാനവും സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രമിക്കണം. നമ്മുടെ മക്കളോട് വേണം, എൻ്റെ മകനും മകളും എനിക്ക് ഒരുപോലെയാണ്. അങ്ങനെ എന്ന് ഏത് കുടുംബമോ ഏത് മനുഷ്യരോ കരുതണോ അപ്പോഴാണ് മാറുള്ളൂ. എല്ലാവരും പ്രസംഗിക്കാൻ പറയും, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം വരുമ്പോൾ സ്വത്തൊക്കെ ഇതുപോലെ തന്നെ തുല്യ മകനും മകൾക്കും. അപ്പോൾ യേശുമ്പുരാൻ എപ്പോഴും പറയുന്നില്ല, ബലഹീനരുടെ കൂടെ നിൽക്കണം. സ്ത്രീകളല്ലേ കൂടുതൽ ബലഹീനര്. അപ്പോൾ അവർക്കാണ് കൂടുതൽ സാമ്പത്തികമൊക്കെ കൊടുത്ത് കെട്ടിക്കൊന്നും വേണ്ട, കുടുംബത്തിൽ ഇരുന്നേച്ചാൽ മതി. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വെഡിങ് കളക്ഷൻ്റെ വീഡിയോയിലിട്ടിട്ട് ഭയങ്കര ഫോൺ വിളികളായിരുന്നു. എല്ലാവരും ഇത് ആഗ്രഹിച്ചിരുന്ന അതിങ്ങനെ പറയണമെന്ന്. അപ്പോൾ അന്നാലാണ് സ്ത്രീധന പീഡനവും ഇതൊക്കെ മാറുള്ളൂ ലോകത്തെട്ടോ. എല്ലാ ആണുങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ സ്വന്തം ജനിച്ച വീട്ടിലൊരു സപ്പോർട്ട് വേണേ. അപ്പോൾ സപ്പോർട്ട് കൊടുക്കാനില്ലാത്തവർ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. സാമ്പത്തികം മാത്രമല്ല സപ്പോർട്ട്, മാനസിക സപ്പോർട്ടും കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 916 ആണ്. വളയുടെ 916 വളകളുടെ വീഡിയോ ആട്ടോ. ഭയങ്കര രസമുള്ള വളകളൊക്കെ ആട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു പവനേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരുണ്ട് കേട്ടോ. ഇങ്ങനെ ഇച്ചിരി കട്ടിയുള്ളത് എടുക്കണം കേട്ടോ. 916 എടുക്കുമ്പോൾ ഒത്തിരി പൊള്ളയെടുത്താൽ 2 കിലോ പവനെങ്കിലും എടുക്കണം, എൻ്റെ അഭിപ്രായം. പെട്ടെന്ന് ഇതൊന്നും എൻ്റെ കയ്യെ കയറില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വള വേണേലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈയുടെ അളവിൽ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി വള അങ്ങനെ പറഞ്ഞു പണിയിക്കുക. ഇത് നല്ല രസമുള്ളതാട്ടോ. എല്ലാ വളകളും ഭയങ്കര രസമുള്ളതാണ്. ഇത് എല്ലാം നൈസ് വളകൾ. ഇതെല്ലാം ഓർഡർ നമുക്ക് വന്നതാട്ടോ. ഈ വളയ്ക്കും അതെ. എൻ്റെ ഇതിപ്പോൾ ഇവിടെ ഒരെണ്ണം ഇതൊക്കെ ഓർഡർ വന്നതായിരുന്നത്. ഇതിൽ കാണാനില്ലോ. ഇതല്ലേ. ഇതൊക്കെ ഇപ്പോൾ ഓർഡർ വന്നിരിപ്പുണ്ട് 2 വളയ്ക്ക്. അതൊക്കെ 2.8. അതെൻ്റെ കയ്യിൽ ഇങ്ങനെ കയറ്റിയ വഴി കയറിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ അളവിൽ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി വലിയ വള വേണം. എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊരുമ്പിയൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ സ്ഥിരം വള ഇട്ടുകൊണ്ട് നടക്കണം. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം ഒത്തിരി ഇങ്ങനെ ഞാൻ കുറച്ച് വള ഇങ്ങനെ എടുത്ത് വെച്ചോളൂ കേട്ടോ. ഒത്തിരി വളയുടെ വെറൈറ്റി നമ്മൾ വള ഒത്തിരി സെലക്ട് ചെയ്ത് പല 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 സ്ഥലങ്ങളിൽ നിന്നും സെലക്ട് ചെയ്താട്ടോ. വളയ്ക്കിപ്പോൾ ഭയങ്കര കിട്ടാൻ പാടാം. കൈച്ചെയിൻ അങ്ങനത്തെ ചെറിയ ഇങ്ങനെ ട്വിസ്റ്റഡ് ബാംഗിൾസ് ഒക്കെയാണ് ഇപ്പം. ഇങ്ങനത്തെ വളകൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. സ്ഥിരം ഉടണ്ട അങ്ങനെ കയ്യാൽ. അപ്പോൾ അത് കിട്ടാൻ നല്ല പാടാം. ഒത്തിരി കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്തും കിട്ടും. ഇത്ര പവനിൽ മാല, വള, കൈക്ക് വലിപ്പം 2, 4, 2, 6 കോമൺ. പക്ഷേ 2.8 എൻ്റെ കൈക്ക് വേണം. അങ്ങനെ 8, 9 ഇവിടെ പണിയിപ്പിക്കേണ്ട ആൾക്കാർ. അപ്പോൾ അന്നേരം തൂക്കം കൂടെ കൂട്ടി ചെയ്യണ നല്ല 2 വളയ്ക്ക് വരെ 1 വള എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടും നടക്കാം. എപ്പോഴും ഊരി വെക്കണേന് എത്ര കയ്യെ കിടക്കട്ടെ എന്നൊരു വളയൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഊരി വെക്കുമ്പോഴാണ് പ്രശ്നം. കയ്യെ കിടന്നാൽ ഒരു പ്രശ്നവും ഇല്ല. പണ്ടൊക്കെ 10, 12 പവനിട്ടുകൊണ്ടിരുന്ന അന്നും സ്വർണ്ണത്തിന് ആ വിലയുണ്ടായിരുന്നെങ്കിൽ ആ രൂപയ്ക്ക് ആ വിലയുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഓർക്കും സ്വർണ്ണത്തിൻ്റെ വില കയറിയെന്ന. അന്ന് ഇപ്പോൾ രൂപയ്ക്ക് വിലയുണ്ടോ? അന്ന് വിലയുള്ള ആ 200 രൂപയ്ക്ക് സ്വർണ്ണം കിട്ടുമെങ്കിൽ 200 രൂപയ്ക്ക് ഒത്തിരി കാര്യം കിട്ടുമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ എല്ലാത്തിനും വില കയറിയില്ല. അപ്പോൾ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നമ്മുടെ സ്കീമിൽ പോകണം കേട്ടോ. ഇപ്പോൾ സ്വർണ്ണത്തിന് വലിയ വിലയാന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ കുറേശ്ശെ പൈസ ഇട്ട് സ്കീം പൂർത്തിയാകുമ്പോൾ നമുക്ക് 11 മാസമുള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും സ്കീമിലെ വിവരം അറിയാൻ എൻക്വയറി നമ്പർ ഇതിലിരുന്ന് ആ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓൺലൈൻ ഉണ്ട് കേട്ടോ. എല്ലാം ഓർഡർ ഒത്തിരി ഓൺലൈനിൽ നമുക്ക് വള എല്ലാ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൊറിയർ അയച്ചു തരും. പിന്നെ എന്താ പറയാനുള്ള, സൺഡേ കട ഓപ്പൺ ആയിരിക്കും. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത്. മക്കളെ കെട്ടിച്ചു കിട്ടും. മക്കൾക്കല്ല, നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓർണമെൻറ്റ്സ് എടുക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസയൊക്കെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് വിൽക്കേണ്ട വന്നാൽ വിൽക്കാം. നമ്മുടെ കയ്യിൽ എന്ത് വിലയേറിയ സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. മക്കളുടെ മക്കളും സ്വന്തക്കാരും ബന്ധക്കാരും കാണും. ഒന്നുമില്ല, ആരും കാണില്ല കേട്ടോ. കൈ നീട്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു ചോദിക്കാറുണ്ട്, യേശുവിൻ്റെ നാമത്തിലൊരു വള തരാമോ എന്ന്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് ചോദിക്കാൻ. അപ്പം നിങ്ങൾക്ക് വളയല്ല ഒരു സ്വർണ്ണക്കട വേണമെങ്കിൽ തരും. ആ യേശുവായിട്ട് കൂട്ടുകൂടെ.
അപ്പം ഞാൻ ഒരു വള തരാമോ എന്ന് വേറൊരാളോടല്ല ചോദിക്കേണ്ടത്, യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് ചോദിക്കാം. ഒരു പയ്യൻസ് എപ്പോഴും ഇടും കമൻറ്റേ, യേശുവിൻ്റെ നാമത്തിൽ വള തരാമോ, എന്നെ കടല പിള്ളേരെ കാണിച്ചു തന്നെ. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുപ്പനോട് ചോദിക്കുക. ഒരു വളയൊന്നുമില്ല, ഒരു സ്വർണ്ണക്കട തന്നെ നിങ്ങൾക്ക് തരും യേശുവിനെ ആശ്രയിച്ചാൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.